യുഎസിന്റെ കുടിയേറ്റത്തിന് വിസയായ B1 B2 വിസ തുടർച്ചയായി നിരസിച്ച ശേഷം ഒടുവിൽ അത് കിട്ടിയ കാര്യം പങ്കുവച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ. 2022-ലും 2025-ലും മുംബൈ കോൺസുലേറ്റിൽ നിന്ന് വിസ നിരസിക്കപ്പെട്ട മുഹമ്മദ് അൽഫാനാണ് തന്റെ അനുഭവം പങ്കുവച്ചിരിക്കുന്നത്. യാത്ര ചെയ്യാൻ തനിക്ക് ശക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ലെന്ന് അദ്ദേഹം പറയുന്നു. ടെക്നോളജി കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് അൽഫാൻ യുഎസിലേക്ക് പോകാൻ അപേക്ഷിച്ചത്. താരതമ്യേന തിരക്ക് കുറവായതിനാൽ ഇത്തവണ ചെന്നൈ കോൺസുലേറ്റ് വഴി അപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. 14 മാസം മുൻപായിരുന്നു അൽഫാൻ മുംബൈ കോൺസുലേറ്റ് വഴി അപേക്ഷ സമർപ്പിച്ചത്. അന്ന് തന്റെ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ ശരിയായി വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്ന് അൽഫാൻ പറയുന്നു. ഇത്തവണ ശരിയായ സാമ്പത്തിക രേഖകളുമായി പൂർണ്ണമായി തയ്യാറെടുത്തിരുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. യാത്രയുടെ ഉദ്ദേശം, യുഎസിൽ താമസിക്കുന്ന കാലയളവ്, ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കഴിവുകൾ എന്നിവയെക്കുറിച്ചുള്ള വിസ ഓഫീസറുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്ന് അൽഫാൻ പറഞ്ഞു. പഴയ പാസ്പോർട്ട് പോലുള്ള കൃത്യമായ രേഖകളും നൽകിയെന്നും അദ്ദേഹം വിശദമാക്കി. തന്റെ അനുഭവം ചൂണ്ടിക്കാട്ടി മുഹമ്മദ് അൽഫാൻ മറ്റ് വിസ അപേക്ഷകർക്ക് ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. വിസ നിരസിച്ചു എന്ന് കരുതി തീരുമാനം ഉപേക്ഷിച്ചു പോകാൻ തയ്യാറാകരുതെന്ന് അൽഫാൻ ചൂണ്ടിക്കാട്ടി. തന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചത് ഇതാണ്: ഉദ്യോഗസ്ഥർ നിങ്ങളുടെ കഥ കേൾക്കാൻ തയ്യാറാണ്. ആത്മവിശ്വാസത്തോടെയും സത്യസന്ധതയോടെയും സാമ്പത്തിക വിവരങ്ങൾ നന്നായി തയ്യാറാക്കണം. നിരസിക്കലുകൾ സ്ഥിരമല്ല. നിങ്ങളുടെ വിസ മുൻപ് നിഷേധിക്കപ്പെട്ടെങ്കിൽ അത് അവസാനമായിരിക്കണമെന്നില്ല. വീണ്ടും ശ്രമിക്കണമെന്നും അദ്ദേഹം പറയുന്നു. മുഹമ്മദ് അൽഫാന്റെ അനുഭവം യുഎസ് വിസ അപേക്ഷകൾ നിരസിക്കപ്പെട്ടവർക്ക് വീണ്ടും ശ്രമിക്കാനുള്ള പ്രചോദനം കൂടിയാണ്. യാത്ര ചെയ്യാനുള്ള ശക്തമായ കാരണങ്ങളും ശരിയായ തയ്യാറെടുപ്പും ഉണ്ടെങ്കിൽ വിസ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കാം. എന്താണ് B1 B2 വിസ എന്ന് കൂടി നോക്കാം. അമേരിക്കയിലേക്ക് താൽക്കാലികമായി ബിസിനസ് ആവശ്യങ്ങൾക്കോ വിനോദത്തിനോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് B1 B2 വിസകൾ. ഇരു വിസകൾക്കും അപേക്ഷിക്കുമ്പോൾ തിരികെ രാജ്യത്തേക്ക് മടങ്ങി വരുമെന്ന് വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ട്. സാമ്പത്തികമായി നല്ല സ്ഥിതി ഉണ്ടെന്നും സ്വന്തം രാജ്യത്ത് സ്ഥിരമായി താമസിക്കുന്നുണ്ടെന്നും ജോലി, വീട്, കുടുംബം എന്നിവയെക്കുറിച്ചും കാണിക്കണം. ഇതുപയോഗിച്ച് ജോലി ചെയ്യാൻ പാടില്ല. B1 വിസ കോൺഫറൻസുകളിൽ പങ്കെടുക്കാനും ബിസിനസ് മീറ്റിംഗുകളിൽ സംബന്ധിക്കാനും കരാറുകൾ ഒപ്പിടാനും പരീക്ഷകൾ എഴുതാനും ഉള്ളവർക്കുള്ളതാണ്. B2 വിസ വിനോദത്തിനും അവധിക്കാലം ആഘോഷിക്കാനും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാനും ചികിത്സ തേടാനും മറ്റ് സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും ഉള്ളവർക്കുള്ളതാണ്. പലപ്പോഴും ഈ രണ്ട് വിസകളും ഒരുമിച്ചാണ് നൽകുന്നത്. വിസ ഓഫീസറുമായുള്ള അഭിമുഖം തുടങ്ങി മിനിറ്റുകൾക്കകം B1 B2 നിരസിച്ച കാര്യം പങ്കുവച്ച് ഇന്ത്യക്കാർ രംഗത്തെത്തിയിട്ടുണ്ട്. സാധാരണ യുഎസിലെ ഏത് സ്ഥലത്തേക്കാണ് യാത്ര ചെയ്യുന്നത്, എവിടെയൊക്കെ പോകും, എത്ര ദിവസത്തെ യാത്രയാണ്, വിവാഹിതനാണോ എന്നൊക്കെ കോൺസുലേറ്റുകളിൽ നടക്കുന്ന അഭിമുഖങ്ങളിൽ ചോദിക്കാറുണ്ട്. മുൻപ് വിസ ഓഫീസർ B1 B2 വിസ നിരസിച്ച കാര്യം പങ്കുവച്ച് ഒരു ഇന്ത്യൻ കസ്റ്റംസ് ഓഫീസർ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിരുന്നു. വിസ അഭിമുഖം ആരംഭിച്ച് 3 മിനിറ്റിനുള്ളിൽ റിജക്ഷൻ നേരിട്ടു എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. യാത്രാ പ്ലാനുകൾ മാത്രമാണ് വിസ ഉദ്യോഗസ്ഥൻ ചോദിച്ചതെന്നും മറ്റൊന്നും തിരക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ലോസ് ഏഞ്ചൽസിന് പകരം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇന്ത്യയിലേക്ക് മടങ്ങുകയെന്ന അബദ്ധത്തിൽ പറഞ്ഞുവെന്നും അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ ഉണ്ടായിരുന്നു.